നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സാധാരണമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും ഇതേപ്പറ്റി സംസാരിക്കാൻ ഒരു മടിയാണ്. അപ്പോ ഇന്ന് നമുക്ക് ആ മടിയൊക്കെ മാറ്റിവെച്ച് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഈ ഒരു കണക്ക് കണ്ടോ? ഒരു പഠനമനുസരിച്ച് സാധാരണ രോഗികളിൽ ഏതാണ്ട് 36% പേർക്കും മൂലക്കുരുവിന്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതായത് ഇതത്ര അസാധാരണമൊന്നുമല്ല. അതെ, ഇത്രയധികം ആളുകളെ ബാധിക്കുന്നൊരു പ്രശ്നമായിരുന്നിട്ടും പലരും ഇത് പുറത്തു പറയാൻ മടിച്ച് നിശബ്ദമായി സഹിക്കുകയാണ് പതിവ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ അവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറ്റുക എന്നതാണ്. ശരി, നമുക്കിതിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഈ മൂലക്കുരു അഥവാ ഹെമറോയിഡ് എന്ന് പറയുന്നത്? യഥാർത്ഥത്തില് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കാലിലൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ മലദ്വാരത്തിന് അകത്തും പുറത്തുമുള്ള രക്തക്കുഴലുകൾ അമിത സമ്മർദ്ദം കാരണം വീർത്ത് തടിക്കുന്ന ഒരവസ്ഥയാണിത്. ഈയൊരു താരതമ്യം ഓർത്തുവെച്ചാൽ സംഭവം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. പ്രധാനമായും 2 തരം മൂലക്കുരുവാണ് ഉള്ളത്. ഒന്ന് ആന്തരികം, അതായത് ഉള്ളിൽ വരുന്നത്, പിന്നെ ബാഹ്യം, അതായത് പുറത്തു വരുന്നത്. അവയുടെ സ്ഥാനമനുസരിച്ചാണ് ഈ വ്യത്യാസം. ഒന്നിൽ സാധാരണയായി വേദനയുണ്ടാകില്ല, എന്നാൽ മറ്റേതിൽ നല്ല വേദന അനുഭവപ്പെടാം. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു പോയിന്റ് വരുന്നത്. ഡെൻഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു അതിർത്തി. ഈ വരയാണ് ഒരു മൂലക്കുരു ഉള്ളിലാണോ പുറത്താണോ എന്ന് തീരുമാനിക്കുന്നത്. അതിലുപരി വേദനയുണ്ടാകുമോ ഇല്ലയോ എന്നും തീരുമാനിക്കുന്നത് ഈ ലൈനാണ്. അപ്പോ ഇതാണ് ആ വ്യത്യാസം. ഈ ഡെൻഡേറ്റ് ലൈനിന് മുകളിലുള്ള ഭാഗത്ത് വേദന അറിയാനുള്ള ഞരമ്പുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ വരുന്ന മൂലക്കുരു സാധാരണയായി വേദനയില്ലാതെ രക്തസ്രാവം മാത്രം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ലൈനിന് താഴെയാണെങ്കിൽ അവിടെ വേദന അറിയുന്ന ഞരമ്പുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് പുറത്തുവരുന്ന മൂലക്കുരു പലപ്പോഴും നല്ല വേദനയുള്ളതായിരിക്കും. ഈ രക്തക്കുഴലുകളിലൊക്കെ ഇത്രയധികം സമ്മർദ്ദം വരാൻ എന്തായിരിക്കും കാരണം? എന്തൊക്കെയാണ് ഇതിനു പിന്നിലെ പ്രധാന വില്ലന്മാർ? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യുന്നത്, അതായത് മുക്കുന്നത്. വിട്ടുമാറാത്ത മലബന്ധം കാരണം കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പിന്നെ ഭക്ഷണത്തിൽ നാരുകൾ കുറവാണെങ്കിൽ സ്വാഭാവികമായും മലബന്ധം കൂടും, അല്ലേ? അതുപോലെ ഒരുപാട് നേരം ഇരിക്കുന്നതും, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ ഫോണൊക്കെ നോക്കി ഇരിക്കുന്നത്. പിന്നെ ഗർഭകാലത്തും മലാശയത്തിൽ സമ്മർദ്ദം കൂടും. ഇതെല്ലാം താഴത്തെ മലാശയത്തിലെ സിരകളിൽ പ്രഷർ കൂട്ടി രക്തക്കുഴലുകൾ വീർക്കാൻ കാരണമാകും. ഈ മലബന്ധത്തിന്റെ കാരണങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളുടെ ഒരു ബാലൻസ് തെറ്റുന്നത് ഇതിനൊരു പ്രധാന കാരണമാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ വിഷയത്തിന് ഒരു പുതിയ ശാസ്ത്രീയ തലം നൽകുന്നു. ശരി, ഇനി നമുക്ക് ഏറ്റവും അടിസ്ഥാനപരവും അതുപോലെ ഏറ്റവും ഫലപ്രദവുമായ പ്രതിവിധിയിലേക്ക് കടക്കാം. അതാണ് ഭക്ഷണത്തിലെ നാരുകൾ അഥവാ ഫൈബർ. ഇത് വിദഗ്ധർ തന്നെ പറയുന്ന കാര്യമാണ്. മൂലക്കുരുവിനെ നിയന്ത്രിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ആവശ്യത്തിന് നാരുകൾ ഉൾപ്പെടുത്തുക എന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഒരുപാട് പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വിശകലനം ഇത് തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡാറ്റയിലേക്കൊന്ന് കണ്ണോടിക്കാം. ഈ ചാർട്ടൊന്ന് നോക്കൂ. ഫൈബർ കൂടുതലായി കഴിച്ച രോഗികൾക്ക് അവരുടെ ലക്ഷണങ്ങളിൽ കാര്യമായ പുരോഗതിയുണ്ടായി. അവരുടെ അസുഖം അതേപടി തുടരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഫൈബർ കഴിച്ചവരിൽ രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടാതിരിക്കാനുള്ള സാധ്യത 47% കുറഞ്ഞു. ഇതൊരു ചെറിയ വ്യത്യാസമല്ല, വളരെ വലിയൊരു മാറ്റമാണ്. ഇനി പലരെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ലക്ഷണമാണ് രക്തസ്രാവം. അതിന്റെ കാര്യമെടുത്താൽ ഫൈബറിന്റെ സ്വാധീനം ഇതിലും ശക്തമായിരുന്നു. ഈ ഗ്രാഫിൽ അത് വ്യക്തമായി കാണാം. അതെ, ഫൈബർ കഴിക്കുന്നത് രക്തസ്രാവത്തിനുള്ള സാധ്യത പകുതിയായി കുറയ്ക്കാൻ സഹായിച്ചു. അതായത് ഒരു 50% കുറവ്. ഭക്ഷണത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ട് ഇത്രയും വലിയൊരു ഫലമുണ്ടാക്കാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ മാത്രം മതിയാവില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ആധുനിക ചികിത്സാരീതികളാണ് ലഭ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അത്ര ഗുരുതരമല്ലാത്ത ആന്തരിക മൂലക്കുരുവിന് ഡോക്ടറുടെ ക്ലിനിക്കിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ചില ലളിതമായ ചികിത്സകളുണ്ട്. ഉദാഹരണത്തിന്, റബ്ബർ ബാൻഡ് ലിഗേഷൻ വഴി അതിലേക്കുള്ള രക്തയോട്ടം തടയുന്നു. സ്ക്ലീറോതെറാപ്പിയിൽ ഒരു ലായനി കുത്തിവെച്ച് അതിനെ ചുരുക്കുന്നു. ഇൻഫ്രാറെഡ് പോഗുലേഷനാകട്ടെ ചൂടുപയോഗിച്ച് ഇതേ കാര്യം ചെയ്യുന്നു. ഇതൊക്കെ വേദനയില്ലാതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും.
അസുഖം കുറച്ചുകൂടി മുന്നോട്ടു പോയ ഘട്ടങ്ങളിൽ, അതായത് ഗ്രേഡ് 3 ആൻഡ് 4 എന്നിവയിൽ, ശസ്ത്രക്രിയയാണ് ഏറ്റവും നല്ല ഫലം തരുന്നത്. ശസ്ത്രക്രിയയിലും ഇപ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കൂ. ലേസർ പോലുള്ള ആധുനിക രീതികൾക്ക് പരമ്പരാഗത ശസ്ത്രക്രിയയേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന വളരെ കുറവായിരിക്കും, ആശുപത്രിയിൽ അധികം ദിവസം കിടക്കേണ്ടി വരില്ല, പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാം. ഇതിലെല്ലാം ലേസർ ചികിത്സ വളരെ മികച്ച ഫലമാണ് നൽകുന്നത്. അപ്പോ നമ്മൾ ചികിത്സയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനം എന്താണ്? ഇത് വരാതെ നോക്കുക എന്നതാണ്, അല്ലേ? അതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ ചില കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നമുക്ക് ഓർത്തുവെക്കാം. 1. നാരുകൾ ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ഇത് മലം മൃദുവായി പോകാൻ സഹായിക്കും. 2. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. 3. പതിവായി വ്യായാമം ചെയ്യുക. ഇത് കുടലിന്റെ പ്രവർത്തനം സുഗമമാക്കും. 4. ടോയ്ലറ്റിൽ പോകുമ്പോൾ അധികം സമ്മർദ്ദം കൊടുക്കുന്നത് ഒഴിവാക്കുക. 5. ഒരേ ഇരിപ്പ് ഒരുപാട് നേരം ഇരിക്കുന്നത് ഒഴിവാക്കുക. ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക. ഇതൊക്കെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ആരോഗ്യകരമായ ശീലങ്ങൾ മൂലക്കുരുവിനെ തടയാൻ മാത്രമല്ല സഹായിക്കുന്നത്. ഈ ലളിതമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതിലും എത്രയോ വലിയ നല്ല സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.